നടിയെ ആക്രമിച്ച കേസിൽ അട്ടിമറി നടന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് പല മലയാളികളും. കോടതിയിലിരുന്ന മെമ്മറി കാർഡിൽ പോലും തിരിമറി നടന്നുവെന്ന് അതിജീവിത പലതവണ ആക്ഷേപം ഉന്നയിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും നിയമ പോരാട്ടം നടത്തുന്നത്. മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകി. മെമ്മറി കാർഡിലെ അട്ടിമറി അന്വേഷിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിന് SIT നിയോഗിക്കണമെന്നും വസ്തുതാ പരിശോധനയിലെ കണ്ടെത്തലുകളിലും അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. നിയമപോരാട്ടം തുടരാനാണ് അതിജീവിതയുടെ തീരുമാനം. ആക്രമണ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറ്റിയതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ശരിയായ രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. മെമ്മറി കാർഡ് കോപ്പി ചെയ്ത പെൻഡ്രൈവ് അടക്കം ലാബിൽ അയച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കണം. കുറ്റക്കാരെ കണ്ടെത്തണമെന്നും അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെടുന്നു. അന്വേഷണത്തിന് SIT നിയോഗിക്കണം. സിംഗിൾ ബെഞ്ച് വിധിയിൽ തുടർ നടപടിയെടുത്തില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിജീവിതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവർ കോടതിയിൽ ഹാജരാകും. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ തന്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട സുപ്രധാനമാണെന്ന് ചൂണ്ടിക്കാട്ടിയ അതിജീവിത അവ ഒരു കാരണവശാലും പുറത്തു പോകരുതെന്നും നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ വിചാരണ കോടതി അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് തൃപ്തികരമല്ല എന്നാണ് അതിജീവിതയുടെ വാദം. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ കാര്യം വിചാരണക്കിടയിലാണ് വ്യക്തമാകുന്നത്. അന്വേഷണ സംഘമടക്കം ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. പിന്നാലെ വിചാരണ കോടതി നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് അതിജീവിത ഹർജിയിൽ ആരോപിക്കുന്നത്. പീഡന ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന മെമ്മറി കാർഡിൽ 3 തവണയാണ് നിയമവിരുദ്ധ പരിശോധന നടന്നത്. കോടതി ജീവനക്കാരടക്കം ആരോപണ വിധേയരായ സംഭവത്തിൽ പുനരന്വേഷണം നടത്തുന്നതിലൂടെ കുറ്റക്കാരെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അതിജീവിത. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.